ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് തന്നെ എന്താണെന്നറിയോ, ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം എങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്, എങ്ങനെയാണ് കല്യാണത്തിലേക്ക് എത്തിയത്, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്, ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹത്തിന്റെ വീഡിയോസ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്, അതങ്ങനെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും നമ്മുടെ ഈ കല്യാണത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. പക്ഷെ ഈ 3 കൊല്ലം ആയിട്ടും ഇപ്പോഴും ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, എങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്, എങ്ങനെയാണ് ഞങ്ങൾ എന്താ പറയുന്നത് പരിചയമായത്, എങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കല്യാണത്തിലോട്ട് എത്തിയത്, ഇന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് ചോദിക്കുന്നുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കേരള ബ്രദേഴ്സിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഡോറാബിജി ക്യൂട്ട് ഫാമിലിയിലാണെങ്കിലും എല്ലാം ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഉത്തരം തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറേഞ്ച് വിത്ത് ലവ് എന്നേ പറയാൻ പറ്റുള്ളൂ. അറേഞ്ച് ചെയ്തതിന് ശേഷം ലവ് ആയിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങള് സത്യത്തിൽ അറേഞ്ച് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് തന്നെ കുറച്ച് ആ ഒരു ഇതൊന്നും ഇല്ല നമുക്ക്. അതുപോലെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇതൊന്നും വരുന്നില്ല. പിന്നെ ഞങ്ങള് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ പ്രേമം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതിനു മുമ്പ് വരെ ഫ്രണ്ട്സ് അത്ര ഉള്ളായിരുന്നു. അതിനും മേളില് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷം പോലും ഞങ്ങൾക്ക് ഭാര്യയായി ഭർത്താവായി എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളും അറിയത്തില്ല. അപ്പോ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു വിവാഹത്തിലോട്ടുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ നേരത്തെ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ടിക്ടോക്ക് തൊട്ട് എനിക്ക് അറിയാം, പക്ഷെ എന്നെ ഓർമ്മയില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം വന്ന സമയത്ത് ഞാൻ തന്നെ അങ്ങോട്ട് മെസ്സേജ് അയച്ച് പരിചയം പുതുക്കി. അതിനുശേഷം നമ്മൾ ഭയങ്കര കൂട്ടായി. ഞാൻ മാത്രമല്ല, വീട്ടിലെ അമ്മമാർ തമ്മിൽ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയാണെങ്കിൽ ചോദിച്ചു, എന്താ പറയുന്നത്, താല്പര്യമുണ്ടോ മരുമോളായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർക്ക് ആ സമയത്ത് ഒരു ആലോചന വന്നിരിപ്പുണ്ട്. പുള്ളിക്കാരി അപ്പോൾ പറഞ്ഞത് താല്പര്യമില്ല, വേറൊരു ആലോചന വന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്ങനെ അമ്മ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ ആ ടോപ്പിക് അവിടെ വിട്ടു. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, എല്ലാം സംസാരിക്കാൻ വിളിക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക, അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യുക, എല്ലാം നമ്മൾ അത്രയും നല്ല കൂട്ടില്ല നമ്മൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസാരിച്ചതിന് ശേഷം ഞാൻ നമ്പർ കൊടുത്തു. ചിലത് ചോദിക്കും എന്ത് കണ്ടിട്ടാണ്, എന്ത് വിശ്വസിച്ചാണ് നമ്പർ കൊടുത്തതെന്നൊക്കെ ചോദിച്ചു. കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്തു. അപ്പം ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ, അപ്പൊ പുള്ളിക്കാരി പണ്ട് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അങ്ങനെ അമ്മയായിട്ട് ഇടയ്ക്ക് വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്പർ ഷെയർ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം പുള്ളിക്കാരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി മൂത്തതും ഞാൻ ഇളയതുമാണ് എന്ന് വിചാരിച്ചിട്ട് എന്നെ അനിയാന്നൊക്കെ വിളിച്ച് ആദ്യം സംസാരിക്കുന്നത്, നിനക്ക് എന്റെ ഏജ് അറിയാവോ, നിനേക്കാൾ ഞാൻ എത്ര വയസ്സിന് മൂത്തയാണെന്ന് അറിയാം എന്നൊക്കെയായിരുന്നു. കാരണം അന്ന് എനിക്ക് ഇങ്ങനെയല്ല എന്റെ ലുക്ക്. അന്ന് ഇതിലും ചെറുപ്പമായിരുന്നു. എന്നുവെച്ചാല് ഇതിലും ചെറുപ്പം, വണ്ണമൊന്നുമില്ല, കവളൊന്നും ഇത്രയൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ കവളൊക്കെ ചൊട്ടിയിട്ട് ഭയങ്കര കൊച്ചു പയ്യന്മാരുടെ ഒരു ലുക്കിലായിരുന്നു. അപ്പം പുള്ളിക്കാരി അത് ഇപ്പോഴും എന്തെങ്കിലും മെസ്സേജ് സ്ക്രീൻഷോട്ട് കിടപ്പുണ്ട്. അയ്യോ വിവോ ആണല്ലോ, ഡിസ്പ്ലേ ശരിയാക്കി എടുക്കാം. അപ്പൊ അയച്ചെന്നുള്ള എന്തായാലും ഉറപ്പായല്ലോ, അത് മതി. അതുകൊണ്ടാണ് ഉറപ്പായിട്ടും പറയുന്നത്, കാണിക്കുന്നു പറഞ്ഞെന്ന് പറയല്ലോ, അപ്പോഴേ കൺഫേം ആയി. കള്ളത്തരം എന്തായാലും പുറത്തു വരും. അപ്പൊ ഞാൻ അനിയനാണ് എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി ആ സമയത്ത് എന്നോട് ചാറ്റ് ചെയ്യുന്നേക്കാം. പിന്നെയാണ് എന്റെ ഏജും കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ അമ്മയായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ നമ്പർ കൈമാറി. അതിനുശേഷം പിന്നെ നമ്മൾ നല്ല കൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അതിനിടയ്ക്ക് ആലോചനയും കാര്യങ്ങളും വന്നു. പുള്ളിക്കാരുടെ ആലോചന ആ സമയത്ത് ഇരുന്നത് എന്റെ ശാപം കൊണ്ടോ അമ്മയുടെ ശാപം കൊണ്ടോ അലക്കി അടിച്ചു വെളിപ്പോയി. ശാന്തമ്മ ഒരുപാട് പറയുകയും ചെയ്തായിരുന്നു, അത് മിക്കവാറും നടക്കത്തൊന്നുമില്ല, നീ ഇവിടെ വരാനുള്ളതാണ്. അത് എന്തോ അതുപോലെ ഇവിടെ വന്ന് ഇവർക്ക് പണിയും കിട്ടി. അങ്ങനെ അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് എനിക്ക് ആലോചനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന് ശേഷം റിലേഷൻഷിപ്പിൽ പോയി പെട്ടു. അങ്ങനെ 1.5 റിലേഷൻ ആയിരുന്നു. അതെല്ലാം പോയതിനു ശേഷം വീണ്ടും അമ്മമാര് സംസാരിച്ച സമയത്ത് ഇതുപോലെ
ഇപ്പോഴും ആലോചന നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്, അപ്പം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അന്നേരം അവരിങ്ങനെ ആലോചിച്ച സമയത്ത് അവരിങ്ങനെ പറഞ്ഞു ശരി ഒരു കാര്യം പിള്ളേരാദ്യം കാണട്ടെ, പിള്ളേരാദ്യം കണ്ടതിന് ശേഷം എന്നോട് അങ്ങനെ ആദ്യം അമ്മ പറഞ്ഞത് നീ പോയി ഒന്ന് കണ്ടു നോക്ക് നിനക്ക് ഓക്കെ ആണെന്ന്. അതുവരെ ഞാനും പറഞ്ഞു വന്ന് കണ്ടതിന് ശേഷം മാത്രം ഇഷ്ടപ്പെട്ട. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഏകദേശം ഒരു 6-7 കൊല്ലത്തിന് മേളിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. 6-7 കൊല്ലത്തിന് മേളിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടും നമ്മൾ കണ്ടിട്ടില്ല നേരിട്ട്. പിന്നെ വീഡിയോസ് നമ്മൾ റീൽസ് ആണെങ്കിലും വീഡിയോ കോളിലൂടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇവളെപ്പോഴും പറയും ഭയങ്കര ഹൈറ്റ് ഓറാണ്, ഒത്തിരി ഹൈറ്റ് ഓറാ, വീഡിയോയിൽ കാണുന്നവണക്കല്ല നേരിട്ട് കാണുമ്പോൾ എന്നെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെയായിരുന്നു എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ആ സമയത്ത് തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയം. അപ്പൊ എന്ത് ചെയ്തു, എൻ്റെ അവിടുത്തെ ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ നേരെ പുള്ളിക്കാരിയെ പോയി കണ്ടു. ഫെബ്രുവരിയിലായിരുന്നില്ലേ 2022 ഫെബ്രുവരി മാസം ഞങ്ങളിങ്ങനെ പോയി കണ്ട്. അപ്പം പുള്ളിക്കാരി ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് പുള്ളിക്കാരി എപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇടുന്നൊരു ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ആ ഡ്രസ്സ് ഇടണേ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി അതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് വന്നത്. അങ്ങനെ ഞങ്ങളെ വന്ന് അവിടുന്ന് പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയി. നമ്മള് വീട്ടിലേക്ക് പോയതിനു ശേഷം അപ്പൊ പുള്ളിക്കാരി അപ്പൊ എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ചാല് ഞാൻ നേരിട്ട് കണ്ടപ്പം ശരിയാണ് എന്നെക്കാൾ ഒരുപാട് ഹൈറ്റ് കുറവ്. അപ്പൊ എനിക്ക് ടെൻഷൻ വന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ഹൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരു പേടി വരുമല്ലോ, ഇത്ര ഹൈറ്റ് ഉള്ള ഒരാൾ വാങ്ങാൻ കഴിക്കുമ്പോ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വന്നു. ഇനിയിപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ വേണ്ട എന്ന് പറയാം. അപ്പൊ എനിക്ക് ഓക്കെ ആണ്, എന്റെ മൈൻഡിൽ കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് കൂടുതൽ അങ്ങനത്തെ ഒരു ടെൻഷൻ വന്നു. അപ്പൊ എന്റെ കൂടെയുള്ള ചേട്ടനും പറഞ്ഞു ചിലപ്പം അവര് ഓക്കെ പറയാനുള്ള സാധ്യത കുറവായിരിക്കും, കാരണം നിനക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, പുള്ളിക്കാരിക്ക് നല്ല ഹൈറ്റ് കുറവുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ഈ അരവയറ് വരെ ഉള്ളൂ, എന്റെ മേൽവയർ വരെയാണ് ഇവളുടെ ഹൈറ്റ് ഉള്ളത് ഞാൻ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ചിലപ്പോൾ സാധ്യതയില്ല. അപ്പൊ ഞാൻ വണ്ടിയിൽ തിരിച്ച് ഞങ്ങൾ കണ്ടിട്ട് അപ്പൊ വീട്ടിലെല്ലാരും ഉണ്ടായിരുന്നു, വീട്ടിലെല്ലാരും കാണുകയൊക്കെ ചെയ്തു. അച്ഛനമ്മയും മാത്രമേ ഉള്ളായിരുന്നു, വേറെ ബാക്കി എല്ലാവരും ജോലിക്ക് പോയി, അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടിട്ട് ഞാനിങ്ങനെ പോയി വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട്, താല്പര്യമുണ്ടോ മുന്നോട്ട്. അപ്പൊ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. ഭയങ്കര ജാട അപ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് അവിടുന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്നാ ശരി ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ സാധാരണ എങ്ങനെയാണ് പെണ്ണ് കാണൽ, ആ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ട് ഞങ്ങൾ ചായ നാരങ്ങയുള്ളൂ അല്ലേ, അതൊന്നും അതിനെക്കുറിച്ചൊന്നും നാസി ഉണ്ടായിരുന്നു അന്ന് കൂടെ. നാസി ഇട്ട് ആടിച്ചേനെ. പക്ഷെ അന്നേരം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, അന്നേരം ടെൻഷൻ ഉണ്ടായിരുന്നു. കണ്ടിട്ട് പോയിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ കാണാൻ പറ്റപ്പോഴായിരുന്നു ഒരുപാട് ടെൻഷനായിട്ട്. കാരണം എല്ലാരും കൂടി വീട്ടുകാർ മൊത്തം ഉണ്ട്. അപ്പൊ പിന്നെ വീട്ടുകാരുടെ അഭിപ്രായം അപ്പൊ ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ പോലും പിന്നെ നമ്മള് വീട്ടുകാരുടെ അഭിപ്രായം കൂടി അറിഞ്ഞാലല്ലേ നമുക്കിത് മുന്നോട്ടുണ്ട്. അപ്പൊ അമ്മയുണ്ട്, കൂട്ടുകാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളുണ്ട്. അപ്പൊ എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞാലല്ലേ പിന്നെ നമുക്ക് കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഓൾറെഡി ഞങ്ങള് ഓക്കെ ആയി. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ആൾക്കാരൊക്കെ ഇനി എന്ത് പറയും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പം എല്ലാരും കണ്ടിട്ട് പിന്നെ എല്ലാവരും മറ്റേ പാലും ചായ ഒന്നും കുടിക്കത്തില്ല, അതുകൊണ്ട് അറിയാമല്ലോ. പിന്നെ ഫ്രണ്ട്സ് എല്ലാം നമ്മൾ ഇഷ്ടങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള അറിയാവുന്നതുകൊണ്ട് ഇച്ചാന് മാത്രം നാരങ്ങ വെള്ളം കൊണ്ട് കൊടുത്ത് അതായിട്ട് അത് എടുത്തിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛന് നാസി എന്നാടാ നിനക്ക് വിറയ്ക്കുന്നുണ്ടാടാ, എന്നാ നിനക്ക് എന്നാണ് ഇവര് വിറയ്ക്കുന്ന വെച്ച് കുറെ. അതിപ്പം ഫസ്റ്റ് നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോ ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനാണ്. അവിടെ ചെല്ലുമ്പം എന്തോ പറയും, എങ്ങനെ ആയിരിക്കും, ഒറ്റയ്ക്ക് സംസാരിക്കും. 24 മണിക്കൂർ ഫോക്കസ് കണ്ട് ഞങ്ങളെ വീട്ടുകാര് അവർ ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കും, നമ്മൾ ഓൺലൈൻ ഫോൺ വിളിച്ചല്ല സംസാരിക്കുന്നത്. ഫോട്ടോ കാണിച്ചു, അല്ല ഫോട്ടോ ഇതെന്റെ പഴയ ഫോട്ടോ. എന്നിട്ട് ഈ ചെടി ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, ഇതിന്റെ വേറെ നമ്മള് റൂമിലിരുന്നേ. അല്ല നമ്മള് കെട്ടിങ്ങരയിലല്ലേ പോയിരുന്നത്, മറ്റേ റൂമിൽ പോയത് ഓർക്കുന്നില്ല. ഞാൻ ഇതിലെ കൂടെ വന്ന മറ്റേ അല്ലുക്കുട്ടന്റെ ഒക്കെ റൂമിൽ അവിടെ റൂമിൽ പോയി സംസാരിച്ചിട്ട് വാതിലൊക്കെ അടിച്ചു. എന്താ കാണിക്കാൻ അറിയില്ല, ഒന്നും പറഞ്ഞില്ല. ഫോണിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തതും അങ്ങനത്തെ ഒക്കെ എടുത്തു. പിന്നെ സെൽഫി എടുത്തു, ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ അതൊക്കെ പഴയ ഫോണിൽ മെമ്മറി കാർഡിനകത്ത് കിടക്കുന്നതെന്ന് തോന്നുന്നു. രണ്ടുപേരുടെ ആ സമയത്ത് ഫോൺ കംപ്ലൈന്റ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഞാൻ നല്ല വണ്ണം വെച്ചും ഇച്ചാൻ
പീപ്പക്കുട്ടിയായിരുന്നു. ആയിരുന്നു. ഞാൻ ആ സമയത്ത് സ്കെൽറ്റിലായിരുന്നു. നേരെ തിരിച്ചായി പോയി. അങ്ങനെയായിരുന്നു ആ ഒരു ചടങ്ങ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ബന്ധുക്കൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്ന് കണ്ടു. അപ്പം കണ്ട് എല്ലാവർക്കും ഓക്കെ ആയി. പിന്നെ നമ്മളാണെങ്കിൽ രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് കെട്ടുകല്യാണം നടത്താം എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരുന്നു. കാരണം കല്യാണം നേരത്തെ നടത്തി വെക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. രജിസ്റ്റർ മാരേജ് പെട്ടെന്ന് നടത്തി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ രജിസ്റ്റർ മാരേജിനെ എല്ലാം കൊടുത്തു. മെയ് മാസം 7-ാം തീയതിയിലേക്ക് നമുക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ നമ്മളാണെങ്കിൽ അന്നേ ദിവസം രജിസ്റ്റർ മാരേജ് ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി മൂലമറ്റത്ത് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അവിടെ ഇവിടെയുള്ള രജിസ്റ്റർ ഓഫീസിൽ നടത്താവുന്നല്ലേ. അപ്പം ഇവർക്ക് കൂടുതൽ അങ്ങോട്ട് വരാണ്, എനിക്ക് പിന്നെയും വരാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് പറഞ്ഞു അങ്ങോട്ട് വന്നോളാന്നും പറഞ്ഞ്. ഷെമിയില്ലായിരുന്നു, നാസിയും ജിജോയും സീനിയോ ഇവരെ പ്രിൻസിയുടെ നാസിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. 29-ാം തീയതി ആയിരുന്നു ഞങ്ങളത് മെയ് മാസം 7-ാം തീയതി. നാസിയുടെയും ഷെമിയുടെയും കല്യാണം മെയ് മാസം 29-ാം തീയതി. 28-ാം തീയതി പാലയച്ച് 29-ാം തീയതി കല്യാണം. പിന്നെ ആ സമയത്ത് നിക്കാഹ് നടത്തി വെച്ചിരിക്കുകയായിരുന്നു. ഷെമിയുടെ നാസിന് നിക്കാഹായിരുന്നു ആ സമയത്ത് നടത്തി വെച്ചിരുന്നത്. അതുകൊണ്ടാണെങ്കിൽ ഷെമി അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ മാരേജിന് നാസിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അന്ന് രജിസ്റ്റർ മാരേജ് നടത്തി. പിന്നെ കെട്ടുകല്യാണം നടത്താൻ വേണ്ടി വന്നപ്പം നമുക്കാണെങ്കിലും ഇവരെ വീട്ടിലാണെങ്കിലും ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ലോണൊക്കെ വെക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല. അങ്ങനെ പിന്നെ കുറെ നാൾ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ അതിനുശേഷം പിന്നെ ഓരോരുത്തരുടെയും ചോദ്യം കാര്യങ്ങളും 6-7 മാസം ഓരോരുത്തർ സുഖല നടന്നപ്പോഴും പിന്നെ ഓരോരുത്തർ ഓണത്തിനും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് പിന്നെ ആൾക്കാരുടെ ഫ്രണ്ട്സിന്റെ ആണെങ്കിലും അറിയാലോ, കോമൺ ആയിട്ടൊരു ചോദ്യം വരും. ഇത്രയും നാൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞായിരുന്നു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഒരു 6-7 മാസത്തിന് മേളായി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 6 മാസം ഞാൻ അവിടെ ഇവിടെയായിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തത്, ഇത്ര നാൾ എന്താ അവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ കുറെ സംസാരം കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ പറഞ്ഞു എന്നാ പിന്നെ കല്യാണം ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നടത്താം. എന്നുവെച്ചാൽ ഇവിടെ വന്നിട്ടാണെങ്കിലും ഇപ്പം ജ്ഞാനസ്നാനം കാര്യങ്ങളൊക്കെ കൂടണല്ലോ. ഞാൻ പക്ഷെ പഠിക്കും ഇതെല്ലാം എന്റെ ഇടവകയിൽ ഞാൻ ചെയ്ത് സംസാരിച്ച് എന്റെ ലെറ്റർ ഒക്കെ മേടിച്ച് സെറ്റ് ആക്കിയിട്ടാട്ടോ വന്നത്. കാരണം അതിനൊന്നും വീട്ടുകാർക്ക് എതിർപ്പില്ല കേട്ടോ. അവർക്ക് നല്ല ലൈഫ് കിട്ടി അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവര് ക്രിസ്ത്യനെ സ്നേഹിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്നോ മതം മാറേണ്ട ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇപ്പോഴും പണ്ട് തൊട്ടേ അത് ഇപ്പോഴും എനിക്ക് കുറച്ച് വിശ്വാസമുള്ളത് ക്രിസ്ത്യൻ രീതിയിൽ തന്നെയാണ്. എനിക്ക് അസുഖം വന്ന സമയത്തൊക്കെ ഞങ്ങൾ കൂടുതലും ധ്യാനം കൂടാനും അതുപോലെ അച്ഛനെ ആ സമയത്ത് മദ്യപിക്കുകയൊക്കെ ചേർന്നു ഒരുപാട്. ഇപ്പൊ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ ഒക്കെ തുടങ്ങിയ സമയത്ത് കൂടി നിർത്തിയതൊക്കെ. നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛനാണെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടി. എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഞാൻ വെള്ളം അടിക്കില്ല കേട്ടോ. ഈ പരിസരത്ത് എങ്ങും വെള്ളം അടിക്കുന്ന സ്ഥലവും ഇല്ല. ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം, ഒരു 6-7 കിലോമീറ്റർ പോയാലും വെള്ളം അടിക്കുന്നില്ല. ഇവിടെ ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛന് വെള്ളം അടിക്കാൻ പറ്റത്തില്ല. അന്ന് വീഡിയോ പണിക്ക് വന്ന സമയത്ത് ഓരോ ദിവസം ഞാനങ്ങ് പോവാ എന്നുവെച്ചാൽ ഈ മണ്ണും കല്ലെല്ലാം എടുക്കണം. എന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തെ എനിക്ക് നെയിൽ വന്ന് 2 അടിച്ചാൽ ശരിയാത്തില്ല, ഞാനങ്ങ് പോവാ. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഓരോ ദിവസം കഴിയുമ്പോൾ എന്നാ പോന്നെ. അപ്പൊ അങ്ങനെ വന്നോണ്ട് അതൊക്കെ നിർത്തി എനിക്കും അമ്മയ്ക്കൊക്കെയാണ് കൂടുതൽ വിശ്വാസം ക്രിസ്ത്യ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോഴും മതപരമായിട്ട് ആർക്കും എതിർപ്പും കാര്യങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇടവകയിൽ പോയി സംസാരിച്ച് കാര്യം പറഞ്ഞ് അങ്ങനെ എന്തായിരുന്നു പുസ്തകം, വേദപാഠമോ, ഓൾറെഡി എനിക്ക് അതിന്റെ പ്രെയർ ഒക്കെ എനിക്ക് അറിയാൻ കേട്ടോ. ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ ആ അച്ഛൻ അത് എഴുതിയൊക്കെ തന്നു, ബുക്കൊക്കെ മേടിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ ഇച്ചാരും ഒരുമിച്ചിട്ട് തന്നെ പഠിക്കുകയൊക്കെ ചെയ്തു. ഞാൻ സംശയമൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് പറഞ്ഞ് ഏൽപ്പിച്ച്. അല്ല, ക്രിസ്ത്യൻസിന്റെ ഒരു പ്രത്യേകത കല്യാണം കഴിയാറാവുമ്പോഴത്തേക്ക് ചെറുക്കനും പെണ്ണും ആ പുസ്തകത്തെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് നമ്മള് അച്ഛന്റെ അടുത്ത് പോയിട്ട് അച്ഛന്റെ അടുത്ത് അത് നമ്മൾ ചൊല്ലി കേൾപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവിടുന്ന് ലെറ്റർ തരത്തുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ഇടവകയിൽ കൊടുത്തതിന് അവിടുന്ന് ലെറ്റർ കിട്ടിയിട്ടും കാര്യമില്ല. ഇവിടുന്ന് ഞാനും പഠിച്ച് കേൾപ്പിച്ചിട്ടാണ് ലെറ്റർ. ഇതുവരെ പിന്നെ പഠിച്ചിട്ടില്ല. കാരണം അതിനുശേഷം പിന്നെ ഇവിടെ അലമാരിക്കാതിരിക്കും. വർഷം 3 കൊച്ചിനൊരു വയസ്സ് ശ്രദ്ധിക്കണം. ഇത് മാമോദീസ കൂടണം, ജ്ഞാനസ്നാനം കൂട്ടി കുഞ്ഞിനെ ഇനി ഇതാക്കണം, പേര് കൂട്ടണം പള്ളിയിൽ, അങ്ങനെ കുറെ. ഇവിടെ നമ്മളിപ്പോ താമസിക്കുന്നത് ഇവിടെ ശാസ്താംകോട്ട ആണേലും ഇവരുടെ ഞങ്ങളുടെ ഇടവക കിടക്കുന്ന അങ്ങ് കൊല്ലം തങ്കശ്ശേരിയിലെ ഞങ്ങളുടെ ഇടവക കിടക്കുന്നത്. എന്നെ ഒരു തവണ കല്യാണം കഴിഞ്ഞ് ഒരു തവണ എന്നെ അവിടെ പള്ളിയിലൊക്കെ കൊണ്ടുപോയായിരുന്നു. അന്നല്ല 2 തവണ പോയി. നമ്മള് മരിപ്പിലും പോയി, അല്ലാണ്ട് നമ്മളും അമ്മയും ഞാനും നീ മാത്രമായിട്ടും പോയി. ഓർമ്മയില്ലേ? ഞാൻ പക്ഷെ അന്ന് പോയപ്പോഴെല്ലാം കണ്ടിട്ട് വന്നിരുന്നു. 2 തവണ പോയായിരുന്നു.
അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് നമ്മുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷെ നമ്മൾ കപ്പിൾ ഫോട്ടോസ് എടുത്തായിരുന്നു. എന്റെ ഫോട്ടോസ് മാത്രം എടുത്തു, വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് സത്യത്തിൽ ആരും ഇല്ലായിരുന്നു. ഒന്ന് രണ്ടാമത് വെച്ചാൽ സമയം ഒരുപാടായി. പിന്നെ അവർക്ക് ഇങ്ങോട്ട് പോരണം, നമ്മള് വീട്ടിൽ വന്ന ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞപ്പോൾ തന്നെ 12:30 1 മണി എങ്ങാണ്ടായി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. ഇവിടുന്ന് നാസിക്ക് പിന്നെ അങ്ങ് വീട്ടിലോട്ടും പോകണം. നാസിയുടെ വീട് ഇവിടുന്ന് ഏകദേശം ആ സമയത്ത് ഒരു 15 കിലോമീറ്ററിന് മേലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ 22 കിലോമീറ്ററിന് മേലുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോ അങ്ങനെയായിരുന്നു. ഫോട്ടോസ് ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ചെറുതായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നത്. ജസ്റ്റ് ഫോട്ടോസ് മാത്രം എടുത്ത് അങ്ങ് നിർത്തി വെച്ചത്. അതായത് ഫോട്ടോസ് എടുത്തത് പോലും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു പാർക്ക് പോലെ ഒരു ചെറിയ സ്ഥലം കണ്ടു. അവിടെ വെച്ചിട്ടാണ് കുറച്ച് ഫോട്ടോസ് എടുത്തത്. ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഫോട്ടോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇവരിങ്ങോട്ട് പോരുകയും ചെയ്തു. ഞാൻ അവിടെ നിന്നു. അങ്ങനെയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞത്. അപ്പം ഒരു അറേഞ്ച് വിത്ത് ലവ് എന്ന് പറയാൻ പറ്റില്ല. അറേഞ്ച് ചെയ്തു, കല്യാണം നടന്നതിന് ശേഷം കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭാര്യ ഭർത്താവ് ആയെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുവരെയും ഒന്നുമില്ല. അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, ഫോൺ വിളിക്കും, സുഖമാണോ, ഫുഡ് കഴിച്ചോ, ഉറങ്ങിയോ, ശരി, ഇത്രേ ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ മൈൻഡൊക്കെ വന്നത്. അതുവരെ നമുക്ക് അങ്ങനെയുള്ളൊരു മൈൻഡ് പോലും ഇല്ല. ഫ്രണ്ട്സ് എന്നുവെച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ ഇവിടുത്തെ പറയും, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. നമ്മൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ 3 കൊല്ലമായി കുഴപ്പമില്ലാതെ ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. പിന്നെ എല്ലായിടത്തും ഇണക്കങ്ങളും പിണക്കങ്ങളും വഴക്കുകളും സന്തോഷവും കരച്ചിലും പേച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. കൂടുതലും തല്ലി കിട്ടുന്നത് ഇടി കിട്ടുന്നത് എനിക്കാണ്. ഞാനപ്പോ അതിന്റെ ഇരട്ടി ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. നേരത്തെ തന്നെ കണ്ടില്ലേ, എന്നെ ഒന്ന് കടിച്ചു, എന്നെ ഒന്ന് പിച്ചി, ഞാനൊന്ന് കടിച്ചു, അത്രേ ഉള്ളൂ. സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ജീവിതം കാര്യങ്ങളും പോകുന്നത്. അതിനിടയ്ക്ക് നമുക്കാണെങ്കിൽ നമ്മുടെ പൊന്നിനെ തന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എന്റെ ലൈഫില്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞ എന്റെ ലൈഫില് എനിക്ക് ഞാൻ പറയാം, എനിക്ക് 10 കോടി 20 കോടി എനിക്ക് അടിച്ചാൽ പോലും എന്റെ ഗബ്രൂട്ടൻ എന്റെ കയ്യിലോട്ട് മേടിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്ക് തോന്നില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എന്നെ പോലെ ഒരാൾക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റുമോ, അതാ ഉദ്ദേശിച്ച്. അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായി. ഞാൻ എപ്പോഴും പറയുകയും ചെയ്യായിരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടാവുമോ, എനിക്ക് ആഗ്രഹമുണ്ടോ, അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പം ഇത്രയൊക്കെ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും തങ്കക്കൂടത്തിന് എനിക്ക് ദൈവം തന്നു. അത് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷം, ഇതുവരെ മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗബ്രൂസ് തന്നെയാണ്. അതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. അതെന്നും അത് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതുവരെ എന്തായാലും ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ദൈവം എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അനുഭവിച്ചില്ല, ഇനിയും അനുഭവിച്ചോളും. വേറെ അനുഭവിച്ചോളൂ, ഇത്രയൊക്കെ അനുഭവിച്ചു. ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകും, നല്ലൊരു ഇത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഇനി വയ്യ, സത്യത്തിൽ കരയാനും വയ്യ, സങ്കടപ്പെടാനും വയ്യ, ഇങ്ങനെ എന്താ പറയുന്നത്, കഷ്ടപ്പെടാനും വയ്യ. 34 വയസ്സായില്ലേ, ഇനി ശീലമായിക്കോളും. പിന്നെ ഞാൻ ശീലമാക്കും. സത്യത്തിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പറയുന്നതൊക്കെയല്ല, എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇവർക്ക് ഇവിടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, ഇവർക്ക് അറിയണ്ട. നമ്മൾ ഹോസ്പിറ്റലിൽ കയറി അല്ല, അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടറിയില്ല. ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് കയറി ഇറങ്ങാൻ പറയാം. അതിന്റെ ഇയാളവിടെ കിടക്കുമായിരുന്നു, ഇയാളെ നോക്കാൻ വേണ്ടി അച്ഛനും അമ്മ അവിടെ ഉണ്ടായിരുന്നു, ഇയാൾ വെറുതെ കിടക്കുമായിരുന്നു അവിടെ. ഇവിടെ അതല്ല, ഞാൻ അങ്ങോട്ട് ഓടുവാ കിടന്നേട്ടാ. ഇവിടെ മനുഷ്യനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും ഹോസ്പിറ്റലിൽ ചെന്നിട്ട്. ഒന്ന് ഇരിക്കാനും നിൽക്കാനും എന്തിനു പറയുന്നത്, ഒന്ന് രണ്ടും ചെയ്യാൻ പോലും മനുഷ്യന് സമയം കിട്ടാറില്ല. അതാ പറഞ്ഞത്, ഇയാൾക്ക് അവിടെ കിടന്നാ മതി, കിടക്കുന്നവർക്ക് കുഴപ്പമില്ല, ഓടുന്നവർക്ക് അതിനേക്കാളും വേദന ഈ ഓടുന്നവർക്ക്. ഈ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിൽ ഞാൻ കൂടെ നിന്നിട്ടുള്ളത്, അവിടെ അഡ്മിറ്റ് ആവുന്നവർ അത്രയും വേദന സഹിക്കൂല. ഈ കിടന്ന് ഓടാൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അത് ഇത് ചക്ക വാങ്ങാൻ തേങ്ങ പറഞ്ഞിട്ട് 2-3 പേര് നിക്കണം. മൊത്തത്തിന് വിട്ട് ഓട്ടിക്കും. ഓടി 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 ഒരു വട്ടം ഞാൻ നാസിയുടെ വാപ്പായി നോക്കാൻ വേണ്ടി ഒരു ദിവസം ഫുൾ ഓടിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് കാലനക്കാൻ വരും. കാരണം ഞങ്ങൾ 3ാമത്തെ നിലയിലും കണ്ട ഇടയ്ക്ക് ഈ ലിഫ്റ്റ് എപ്പോഴും വർക്കാവില്ല. വണ്ടാനത്ത് വർക്കായാലും ഉണ്ടല്ലോ, ഇടിച്ച് കയറിയുള്ള ആൾക്കാരായിരിക്കും. നമുക്ക് സമയത്തിന് ചെന്നുണ്ടെങ്കിലും ഒന്നും മേടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പ കാല് രണ്ടും പോവും.
അതായത് അമ്മാതിരിയാണ് മെഡിക്കൽ കോളേജിൽ പോയാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. കിടക്കുന്നവർക്ക് അവിടെ കിടക്കാം, നടക്കുന്നവരാ ഓടിയോട് ക്ഷീണിക്കുന്നത്. ഇതാ അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ച ഞങ്ങളുടെ കല്യാണത്തിന്റെ ആ ഒരു ഇത് ഇങ്ങനെയായിരുന്നു. ഈ രീതിയിലാണ് ഞങ്ങളുടെ കല്യാണം കാര്യങ്ങൾ നടന്നത്. ഇതുവരെ എന്തായാലും ദിവസം അയച്ച് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് എത്താൻ പറ്റി. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ, ഇതുപോലെയല്ല ഇതിനേക്കാളും നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയും വരെ എത്തിയതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. നന്ദിയും ബൈ.